بسم الله الرحمن الرحيم. إلى حضرة روح النبي المصطفى محمد صلى الله عليه وسلم، ثم إلى حضرة روح غوثنا شيخنا الشيخ محمد بن الشيخ محمد القادري الجشتي الجاديري رضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين. أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മുടെ ജീവന്റെ ജീവനായ ജാദിയേരി ശൈഖ് തങ്ങളുപ്പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റമളാൻ ഷരീഫിലാണ് നാം നിലകൊള്ളുന്നത്. ശുദ്ധമായ റമളാൻ, ഈ റമളാനിൻ്റെ പവിത്രത, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശുദ്ധ റമളാനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ നാം അവതരിപ്പിച്ചു. ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയുടെ പരിശുദ്ധമായ സിറുൽ അസ്റാറിൽ നിന്ന് ശരീഅത്തിലെയും ത്വരീഖത്തിലെയും നോമ്പിനെക്കുറിച്ച് നാം വളരെ വിശദമായി വിവരിച്ചു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയുടെ പരിശുദ്ധമായ ഗ്രന്ഥമാണ് അൽ ഗുനിയ ലിത്വാലിബി ത്വരീഖുൽ ഹഖ്. ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയുടെ ഈ അൽ ഗുനിയ എന്ന കിതാബിലെ റമളാനുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹദീസുകൾ വിവരിക്കുന്നുണ്ട്. അതിൽ നിന്ന് അല്പം ഹദീസുകളാണ് ഇന്ന് വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. കിതാബ് ഗുനിയയുടെ 256 പേജ് മുതലാണ് പറയുന്നത്. ഫസ്ലുൻ ഫീമാ യഖ്തസ്സു ബിശഹ്രി റമളാൻ മിനൽ ഫളായിൽ. റമളാൻ മാസത്തിന്റെ ശ്രേഷ്ഠതകളുമായി ബന്ധപ്പെട്ട ഒരു ഫസ്ലാണ് ഇത്. മഹാനായ സഈദ് ബിൻ മുസൈബ് റളിയല്ലാഹു അൻഹു സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്. قال خطبنا رسول الله صلى الله عليه وسلم في آخر يوم من شعبان. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പ ഷഅബാനിന്റെ അവസാന ദിവസം ഞങ്ങളോടൊരു ഖുത്ബ നടത്തി. വഖാല, എന്നിട്ട് പറഞ്ഞു, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അത് അളല്ലക്കും ഷഹ്റുൻ അളീം, നിങ്ങൾക്ക് മഹത്തായൊരു മാസം ഇതാ വരാൻ പോകുന്നു. ഷഹ്റുൻ മുബാറക്, മുബാറക്കായ മാസമാണ്. ഷഹ്റുൻ ഫീഹി ലൈല ഖൈറും മിൻ അൽഫി ഷഹ്ർ, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമുള്ള ഒരു രാത്രി ഈ മാസത്തിലുണ്ട്. ജഅലല്ലാഹു സിയാമഹു ഫരീള, അല്ലാഹു ഈ മാസത്തിലെ നോമ്പ് ഫറലാക്കിയിരിക്കുന്നു. വഖിയാമു ലൈലിഹി തതവ്വുഅ, രാത്രി നിസ്കാരം സുന്നത്താക്കിയിരിക്കുന്നു. മൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ മിനൽ ഖൈർ, ആരെങ്കിലും വല്ല നല്ല കാര്യവും ചെയ്താൽ, ഔ അദ്ദാ ഫരീളതൻ, അല്ലെങ്കിൽ ഒരു ഫറള് നിർവഹിച്ചാൽ, കാന കമൻ അദ്ദാ 70 ഫരീളതൻ ഫീമാ സിവാ, മറ്റു മാസങ്ങളിൽ 70 ഫറള് നിസ്കരിച്ച പോലെ 70 ഫറള് നിർവഹിച്ച പോലെ ആയിരിക്കുന്നതാണത്. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പ പറയുന്നു, വഹുവ ഷഹ്റു സ്വബ്ർ, റമളാൻ അത് ക്ഷമയുടെ മാസമാണ്.
വസ്സബ്റു സവാബുൽ ജന്ന, ക്ഷമയുടെ പ്രതിഫലം സ്വർഗമാണ്. വശഹ്റുൽ മുവാസാത്ത്, സൗഹാർദ്ദത്തിന്റെ മാസമാണ്. വശഹ്റുൻ യുസാദു ഫീഹി ഫീ റിസ്ഖിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ റിസ്ഖിൽ വർധനവുണ്ടാകുന്ന മാസമാണ്. ഫമൻ അഫ്തറ ഫീഹി സ്വായിമ, ആരെങ്കിലും റമദാനിൽ ഒരാൾ നോമ്പ് മുറിപ്പിച്ചാൽ, നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ, കാൻ മഗ്ഫിറതൻ, അതവന് പൊറുക്കുന്നതാണ്. ലിദുനൂബിഹി, അവന്റെ പാപങ്ങളെ. വഅത്ഖു റഖബതിഹി മിനന്നാർ, അതവന്റെ നരകമോചനത്തിന് കാരണമാകുന്നതാണ്. വകാന ലഹു മിസ്ല അജ്രിഹി മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രിഹി ശൈ, ആ നോമ്പുകാരന്റെ കൂലി ഇവന് ലഭിക്കുന്നതാണ്, എന്നാൽ അദ്ദേഹത്തിന്റെ കൂലിയിൽ നിന്ന് ഒന്നും കുറയുകയില്ല. അലോ, അവർ പറഞ്ഞു, ലൈസ കുല്ലുനാ യജിദു മാ യുഫ്തിറു സ്വായിം, ഞങ്ങൾക്കെല്ലാവർക്കും നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കാനുള്ള കഴിവില്ലല്ലോ, അതിനുള്ള സാമ്പത്തിക ശേഷിയില്ലല്ലോ. ആല, മുത്തനബി പറഞ്ഞു, യുഅ്തില്ലാഹു ഹാദ സവാബ, അല്ലാഹു ഈ പ്രതിഫലം നൽകും. ലിമൻ ഫത്തറ സ്വായിമൻ അലാ തംറത്തിൻ ഔ ശുർബത്തി മായിൻ, ഒരു കാരക്ക കൊടുത്തുകൊണ്ടോ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ അല്പം പാല് കൊടുത്തുകൊണ്ടോ നോമ്പ് തുറപ്പിച്ചാലും ഈ പ്രതിഫലം അല്ലാഹു നൽകുന്നതാണ്. വഹുവ ഷഹ്റുൻ അവ്വലുഹു റഹ്മ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പ റമളാൻ ഷരീഫിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളാണ് ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പയുടെ ഉന്നിയയിൽ നിന്ന് വളരെ വിശദമായി വിശദീകരിക്കുന്നത്. വഹുവ ഷഹ്റുൻ അവ്വലുഹു റഹ്മ, ഈ മാസത്തിന്റെ ആദ്യം റഹ്മത്താണ്. വവസ്തുഹു മഗ്ഫിറ, മധ്യഭാഗം മഗ്ഫിറത്തിന്റെ പത്താണ്. വാഖിറുഹു ഇത്ഖു മിനന്നാർ, അവസാന ഭാഗം, അവസാനത്തെ 10 അത് ഇത്ഖു മിനന്നാറിന്റെ പത്താണ്. വസ്തക്സിറു ഫീഹി മിൻ അർബഅ ഖിസാൽ, ഈ റമളാൻ നിങ്ങൾ 4 കാര്യങ്ങൾ അധികരിപ്പിക്കുക. ഖസ്ലതാനി തുർലൂന ബിഹിമാ റബ്ബക്കും, 2 കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതാണ്. വ ഖസ്ലതാനി ലാ ഗനാ ലക്കും അൻഹുമാ, മറ്റ് 2 കാര്യങ്ങളാവട്ടെ നിങ്ങൾക്കത് അത്യാവശ്യമാണ്. അമ്മൽ ഖസ്ലതാനി ലതാനി തുർലൂന ബിഹിമാ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ തൃപ്തിപ്പെടുത്തുന്ന 2 കാര്യങ്ങൾ. ഫശഹാദതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വതസ്തഗ്ഫിറൂനഹു, ഒന്ന് ഷഹാദത്താണ്, മറ്റൊന്ന് ഇസ്തിഗ്ഫാറാണ്. വഅമ്മലതാനി ലാ ഗനാ ലക്കും അൻഹുമാ, നിങ്ങൾക്ക് അത്യാവശ്യമായ മറ്റ് 2 കാര്യങ്ങൾ. ഫതസ്അലൂന അല്ലാഹൽ ജന്ന വതഊദൂന ബിഹി മിനന്നാർ, നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിക്കലാണ്, നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കലാണ്. ഈ ഹദീസ് അടിസ്ഥാനത്തിലാണ് റമളാൻ മാസം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ എന്ന ദിക്ർ അധികരിപ്പിക്കാൻ വേണ്ടി മഹാന്മാർ പറഞ്ഞത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. വമൻ അശ്ബഅ ഫീഹി സ്വായിമൻ, ആരെങ്കിലും ഈ റമളാനിൽ ഒരു നോമ്പുകാരനെ വയറ് നിറപ്പിച്ചാൽ, സഖാഹുല്ലാഹു തആല മിൻ ഹൗളി ശുർബതൻ, എൻ്റെ ഹൗലിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യനെ കുടിപ്പിക്കുന്നതാണ്. ലാ യൽമഉ ബഅദഹാ അബദാ, ആ മനുഷ്യന് പിന്നീട് ഒരു കാലത്തും ദാഹമുണ്ടാവുകയില്ല. മഹാനായ അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന അബ്വാബൽ ജന്ന വഅബ്വാബസ് സമാ, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങളും ആകാശത്തിന്റെ കവാടങ്ങളും ലതുഫ്തഹു ലി അവ്വലി ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ, റമളാനിന്റെ ആദ്യ രാത്രി തന്നെ തുറക്കപ്പെടുന്നതാണ്. വലാ തുഗ്ലഖു ഇലാ ആഖിരി ലൈലത്തിൻ മിൻഹു, റമളാനിന്റെ അവസാന രാത്രി വരെ അത് അടക്കപ്പെടുകയില്ല. ലൈസ മിൻ അബ്ദിൻ ഔ അമത്തിൻ യുസല്ലി ഫീ ലൈലത്തിൻ മിൻഹു, റമളാനിലെ രാത്രി നിസ്കരിക്കുന്ന ആണോ പെണ്ണോ ആരാകട്ടെ, ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി സജ്ദത്തിൻ അൽഫൻ വസബ്അമിയ ഹസന, ഓരോ സുജൂദിനും
70,000 ഹസനത്തുകൾ അല്ലാഹു നൽകുന്നതാണ്. വബനാലഹു ബൈതൻ ഫിൽ ജന്നാഹ്, സ്വർഗത്തിൽ അല്ലാഹു ഒരു വീട് തന്നെ പണിത് കൊടുക്കുന്നതാണ്. ഫൈദാ സ്വാമ അവ്വൽ യൗമിൻ മിൻ ശഹ്രി റമളാൻ, റമളാനിലെ ആദ്യത്തെ ദിവസം ഒരാൾ നോമ്പ് പിടിച്ചാൽ ഗഫറല്ലാഹു ലഹു കുല്ല ദംബിൻ ഇലാ ആഖിരി യൗമിൻ മിൻ റമളാൻ, റമളാനിലെ അവസാനം വരെയുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു ആ മനുഷ്യന് പുറത്തു കൊടുക്കുന്നതാണ്. മാത്രമല്ല വഖാന ലഹു ബികുല്ലി യൗമിൻ യസൂമുഹു ഖസ്റുൻ ഫിൽ ജന്ന, ഓരോ ദിവസവും നോമ്പ് നോറ്റാലും ആ മനുഷ്യന് ഓരോ കൊട്ടാരങ്ങളെ അല്ലാഹു സ്വർഗത്തിൽ നിർമ്മിക്കുന്നതാണ്. അതിങ്ങനെ സ്വർഗത്തിൽ ആ കൊട്ടാരത്തിന്റെ ഒരുപാട് വിശേഷണങ്ങൾ ഹദീസിൽ പറയുന്നുണ്ട്. മറ്റൊരു ഹദീസ് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ, റമളാനിലെ ആദ്യ രാത്രിയായാൽ നളറല്ലാഹു ഇലാ ഖൽഖിഹി, അല്ലാഹു സുബ്ഹാനഹു തആല തന്റെ സൃഷ്ടികളിലേക്ക് നോക്കുന്നതാണ്. വഇദാ നളറ ഇലാ അബ്ദിൻ ലം യുഅദ്ദിബുഹു അബദാ, അല്ലാഹു ഒരു അടിമയിലേക്ക് കാരുണ്യത്തിന്റെ നോട്ടം നോക്കിയാൽ ഒരു കാലത്തും ആ അടിമയെ ശിക്ഷിക്കുകയില്ല. വലില്ലാഹി അസ്സ വജല്ല ഫീ കുല്ലി യൗമിൻ അൽഫു അൽഫി അതീഖിൻ മിനന്നാർ, അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധമായ റമദാൻ ശരീഫിലെ ഓരോ രാത്രിയിലും 1,00,000 മനുഷ്യരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ്. മഹാനായ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഖാല ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇദാ ജാഅ റമളാൻ, സ്വർഗ്ഗം ഇദാ ജാഅ റമളാനു ഫുതിഹത് അബ്വാബുൽ ജന്ന, വിശുദ്ധമായ റമളാൻ മാസം ആഗതമായാൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടു. വഗുലിഖത് അബ്വാബുൻ നാർ, നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെട്ടു. വസുഫിദതു ശയാത്തീൻ, ശൈത്താന്മാരെ ചങ്ങലക്കിടപ്പെട്ടിരിക്കുന്നു. മഹാനായ നാഫിഅ ഇബ്നു ബുദ്ദ റളിയല്ലാഹു അൻഹു പറയുന്നു, അൻ അബീ മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബൂ മസ്ഊദ് അൽ ഗഫാരി റളിയല്ലാഹു അൻഹുവിനെ തൊട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കേട്ടു, മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ മിൻ റമളാൻ, റമളാനിൽ ഏതൊരടിമ നോമ്പ് നോറ്റാലും ഇല്ലാ സവ്വജ സൗജതൻ മിനൽ ഹൂറുൽ ഐൻ, ഒരു ഹൂറുൽ ഐനെ ആ മനുഷ്യന് അല്ലാഹു നൽകുന്നതാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അന്നഹു സമിഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കേട്ടു. എന്താണ് റസൂലുള്ളാഹി പറഞ്ഞത്? ഇന്നൽ ജന്ന ലതുനജ്ജദു വതുസയ്യനു മിനൽ ഹൗലി ഇലൽ ഹൗലി ബിദുഖൂലി ശഹ്രി റമളാൻ, റമളാൻ മാസം വന്നാൽ ആ വർഷം മുതൽ പിറ്റേ വർഷം വരെ സ്വർഗം അലങ്കരിക്കപ്പെടുന്നതാണ്. ഫഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ, റമളാൻ മാസത്തിന്റെ ആദ്യ രാത്രിയായാൽ അഥവാ റമളാൻ സമാഗതമായാൽ ഹബ്ബത് റീഹുൻ മിൻ തഹ്തിൽ അർശി, അർശിന്റെ താഴ്ഭാഗത്ത് നിന്ന് ഒരു കാറ്റ് വീശുന്നതാണ്. അങ്ങനെ അത് തുസ്ബിഖു ഔറാഖ അഷ്ജാരിൽ ജന്ന, സ്വർഗത്തിലെ വൃക്ഷങ്ങളിലെ ഇലകളെ തഴുകിക്കൊണ്ടാണ് ആ കാറ്റ് വീശുന്നത്. ഫതസയ്യനൽ ഹൂറുൽ ഐൻ, അപ്പോൾ ഹൂറുൽ ഐനുകൾ ഭംഗിയായി ചമയുന്നതാണ്. ഫൈനാദീൻ, അവരെ വിളിച്ചു പറയും, ഹൽ മിൻ ഖാതിബ് ഇലല്ലാഹി അസ്സ വജല്ല ഫൈസബിജ, ഹൂറുൽ ഐൻ അവർ ആ കാറ്റിന്റെ സന്തോഷത്താൽ അവരുടെ ഇണകളെ തേടുന്നതാണ്. സുമ്മ യഖുൽന റിദ്വാൻ, സുമ്മ യഖുൽന ലിറിദ്വാൻ അലൈഹിസ്സലാം, പിന്നീട് അവർ സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിദ്വാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കും,
മാ ഹാദിഹിൽ ലൈല, എന്താണ് ഈ രാത്രിയുടെ പ്രത്യേകത? ഫയജീബുഹുന്ന ബിത്തൽബിയ, അവർക്ക് മഹാനായ റിദ്വാൻ അലൈഹിസ്സലാം മറുപടി നൽകും. യാ ഖൈറാത ഹിസാൻ ഹാദിഹി അവ്വൽ ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ, ഇത് റമളാനിലെ ആദ്യ രാത്രിയാണ്. ഫുതിഹത് അബ്വാബുൽ ജന്ന ലിസ്വായിമീന മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പയുടെ ഉമ്മത്തിലെ നോമ്പുകാർക്ക് വേണ്ടി സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന റമളാനിലെ ആദ്യ രാത്രിയാണ്. യഖൂലുല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, യാ റിദ്വാൻ, ഓ റിദ്വാൻ, ഇഫ്തഹ് അബ്വാബൽ ജിനാൻ, സ്വർഗ കവാടങ്ങൾ തുറക്കുക. യാ മാലിക്, നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുന്നു, അഗ്ലിഖ് അബ്വാബൽ ജഹീം അനിസ് സ്വായിമീന മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പയുടെ ഉമ്മത്തിലെ നോമ്പുകാർക്ക് വേണ്ടി നരക കവാടങ്ങളെ അടക്കുക. യാ ജിബ്രീൽ, മുഖറബൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു കൽപ്പിക്കുന്നു, ഇഹ്ബിത് ഇലൽ അർദ്, ഭൂമിയിലേക്ക് ഇറങ്ങുക. വസഫിദ് മർദത ശയാത്തീൻ വഖല്ലഹും ബിൽ അഗ്ലാൽ, എല്ലാ ശൈത്താന്മാരെയും ബന്ധിക്കുക. വയഖൂലുല്ലാഹു അസ്സ വജല്ല ഫീ കുല്ലി ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ 3 മർറാത്ത്, റമളാനിൽ ഓരോ രാത്രിയും അല്ലാഹു സുബ്ഹാനഹു തആല 3 പ്രാവശ്യം വിളിച്ചു ചോദിക്കുന്നതാണ്. ഹൽ മിൻ സായിലിൻ ഫഉഅ്തീഹി സുഅല, ആരെങ്കിലും ചോദിക്കുന്നവരുണ്ടോ, എന്നോട് തേടുന്നവരുണ്ടോ, എങ്കിൽ ചോദിക്കുക, അവന്റെ ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകുന്നതാണ്. ഹൽ മിൻ തായിബിൻ ഫഅതൂബു അലൈഹി, ആരെങ്കിലും എന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവരുണ്ടോ, അവരുടെ തൗബ ഞാൻ സ്വീകരിക്കുന്നതാണ്. ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിർ ലഹു, ആരെങ്കിലും ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരുണ്ടോ, അവർക്ക് ഞാൻ പുറത്തു കൊടുക്കുന്നതാണ്. അങ്ങനെ മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റമദാൻ ഷരീഫിന്റെ ഒരുപാട് ശ്രേഷ്ഠതകൾ ഒരുപാട് ഹദീസുകളിൽ ഒരേ ആശയം വരുന്ന രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ഒരേ ആശയത്തിൽ ഒന്നിലധികം ഹദീസുകൾ വന്നാൽ അത് അതിൻ്റെ സിഹത്തിന് ബലം നൽകുന്നു എന്നാണ് ഹദീസിന്റെ പണ്ഡിതന്മാരുടെ ഭാഷ്യം. അതുകൊണ്ട് തന്നെ ഇതെല്ലാം വളരെ സഹീഹായ ഹദീസുകളാണ്. പ്രത്യേകിച്ച് ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ അവിടുത്തെ ഷറഫാക്കപ്പെട്ട അൽ ഗുനിയ എന്ന കിതാബിൽ നിന്ന് ഉദ്ധരിക്കുമ്പോൾ, ഖാദിരിയ തരീഖത്തിന്റെ അഹ്ലുകാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാം കൊണ്ടും 100% അപ്പൊ ഇത്രയും പവിത്രമായ ഈ ഷഹ്റു റമളാൻ, ഈ റമളാനും ഒരു പാഠമാണ്. അതായത് റമളാൻ എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന്റെ ഒരു ചെറിയ വിശദീകരണം തന്നു. റമളാൻ അത് ലാഹിറൻ നോമ്പാണ്, അതിന്റെ ബാത്തിനിയായ നോമ്പുണ്ട്. ബാത്തിനിയായ നോമ്പ് അത് ഒരിക്കലും മുറിയാത്ത നോമ്പാണ്, അത് ആയുസ് മുഴുവൻ നീണ്ടു നിൽക്കുന്ന നോമ്പാണ്. റമളാൻ മാസം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സൂചനയാണ്. എല്ലാ മനുഷ്യർക്കും, എല്ലാ മുസ്ലിമീങ്ങൾക്കും നോമ്പിനെ കുറിച്ച് ആത്മീയമായി സ്ഫുടം ചെയ്യേണ്ടതിനെ കുറിച്ച്, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങേണ്ടതിനെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് റമളാൻ ഷരീഫ്. മാത്രമല്ല, റമളാൻ ഷരീഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അള്ളാഹു പറഞ്ഞല്ലോ, വിശുദ്ധമായ റമളാനിലാണ് ഖുർആൻ അവതരിച്ചത്. അപ്പൊ വിശുദ്ധമായ ഖുർആൻ ഈ റമളാനിൽ അവതരിപ്പിച്ചത് കൊണ്ടാണ് അതിൻ്റെ ഒരു ആഘോഷമാണ് റമളാൻ മാസം നോമ്പ് നോറ്റുകൊണ്ട് മുഅ്മിനീങ്ങൾ നിർവഹിക്കുന്നത്. ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കലാമാണ്. അള്ളാഹുവിൻ്റെ കലാം ഇറങ്ങിയ മാസം, അതിനെ അതിൻ്റെതായ ആദരവ് നൽകലാണ്. ആ മാസം മുഴുവൻ നോമ്പ് നോൽക്കുക, ഒരുപാട് ഇസ്തിഗ്ഫാർ ചെയ്യുക, തൗബ ചെയ്യുക, അള്ളാഹുവിലേക്ക് അടുക്കുക. അതാണ് ഈ റമളാനിന്റെ ലാഹിറായ അർത്ഥം. ബാത്തിനിയായിട്ട്
എല്ലാ കാലവും ഒരു മോമിനായ മനുഷ്യൻ നോമ്പിലായിരിക്കണം. അതിലേക്കുള്ള ഒരു മെസ്സേജാണ്. എങ്ങനെയാണ് എല്ലാ കാലവും ഒരാൾ നോമ്പിലായി ജീവിക്കുക? എങ്ങനെയാണ് എല്ലാ കാലവും ഒരാൾ നിസ്കാരത്തിലായി ജീവിക്കുക? അതിന് ഖാദിരിയ തരീഖത്തിന്റെ കാമിലായ ദിക്ർ വേണം. ഖാദിരിയ തരീഖത്തിന്റെ കാമിലായ ദിക്ർ, അതാണ് നമ്മുടെ ജീവനായ ജാദിയേരി ശൈഖ് തങ്ങൾ പാപ്പയുടെ വഴി. ഈ വഴിയിലേക്ക് ഇതുവരെ ആരെങ്കിലും എത്തിയിട്ടില്ലെങ്കിൽ, എത്താത്തവർ ആരെങ്കിലും ഈ പ്രഭാഷണം പിന്നീട് കേൾക്കുന്നുണ്ടെങ്കിൽ, ഖാദിരിയ തരീഖത്തിന്റെ കാമിലായ ദിക്ർ നൽകുന്ന ജാദിയേരി ശൈഖ് തങ്ങൾ പാപ്പയുടെ ഖലീഫമാരിൽ ഒരാളുമായി ബന്ധപ്പെട്ട് ദിക്ർ സ്വീകരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഈ ദിക്റിന്റെ വഴിയിൽ എത്തിയവർ ഈ വഴിയിൽ ഉറച്ചു നിൽക്കുക. ഒരുപാട് മാസങ്ങൾ നോമ്പ് നോറ്റ കൂലി, ഒരുപാട് കാലം നിസ്കരിച്ച കൂലി ഒരൊറ്റ ദിക്ർ കൊണ്ട് ലഭിക്കുന്നതാണ്. തഫക്കുറു സാഅ ഖൈറും മിൻ ഇബാദത്തി അൽഫി സന. പല രീതിയിൽ ആ ഹദീസ് വന്നിട്ടുണ്ട്. ഒരൊറ്റ മണിക്കൂറിലെ തഫക്കുർ, അല്ലാഹുവിന്റെ ദിക്റിലായുള്ള തഫക്കുർ 1000 വർഷത്തേക്കാൾ, അതിലേറെ വർഷങ്ങളെക്കാൾ, കണക്കാക്കാനാവാത്ത കാലങ്ങളെക്കാൾ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് ഹദീസിലുണ്ട്. ആ ഹദീസിലുള്ള തഫക്കുറു സാഅ എങ്ങനെയാണെന്ന് ഖാദിരിയ തരീഖത്തിന്റെ കാമിലായ ദിക്ർ കിട്ടുമ്പോൾ മാത്രമാണ് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അള്ളാഹു ഈ വഴിയിലെത്താനും ഇതിൽ ഉറച്ചു നിൽക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അള്ളാഹുവെ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുല്ലാഹ് തങ്ങൾ പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി 2 ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ. ആമീൻ. അള്ളാഹുവെ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞങ്ങളുടെ ജീവനായ ജാദിയേരി ശൈഖ് തങ്ങൾ പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി 2 ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ. ആമീൻ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.